പത്മകുമാറിനെ സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസമാണ്. SITയുടെ നീക്കങ്ങൾ സംബന്ധിച്ച പ്രത്യേകിച്ച് വിവരങ്ങളൊന്നുമില്ല. ഈ നിമിഷവും എന്തും സംഭവിക്കാം. അത്രമാത്രം സർപ്രൈസോടുകൂടിയാണ് SIT പലപ്പോഴും കാര്യങ്ങളെ ഒക്കെ നീക്കിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും പത്മകുമാർ ആറന്മുളയിലെ വീട്ടിൽ തന്നെയുണ്ട്. നമ്മൾ വീടിനോട് ചേർന്ന് തന്നെയാണുള്ളത്. വീട്ടിൽ തന്നെ അദ്ദേഹമുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും പത്രവും മറ്റും വായിക്കുകയും ചെയ്തു. അതിനുശേഷം തിരികെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യ അനുസരിച്ച് 8 മണിയോടുകൂടി അദ്ദേഹം പുറത്തേക്ക് പോകും. രാവിലെ അത്യാവശ്യം കായികപരമായ ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത്തരം കാര്യങ്ങൾക്കൊക്കെ പോവുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ. എന്തായാലും ഇതുവരെ അദ്ദേഹം SIT മുന്നിലേക്ക് ഹാജരാകുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടില്ല. ഇന്നലെ രാത്രി പൂർണ്ണമായും SITയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരോ വീട്ടിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. ഇനി പത്മകുമാർ ഹാജരാകുകയോ ഇല്ലയോ എന്ന ചോദ്യം അത് അതേപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ആ ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരം കിട്ടും. SIT വീട്ടിൽ വന്ന് കസ്റ്റഡിയിൽ എടുക്കുമോ എന്നൊരു ചോദ്യവും അതുപോലെ അവിടെ നിൽക്കുന്നുണ്ട്. ആശ്മി വിജയകുമാർ, ആ ചോദ്യത്തിനും എന്തായാലും വരും മണിക്കൂറിൽ ഉത്തരം കിട്ടും. SIT ഒരു നോട്ടീസാണ് പത്മകുമാറിന് നൽകിയത്. 2 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ്. അതിൽ അദ്ദേഹം സാവകാശം തേടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജയകുമാരൻ, ആശ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട പത്മകുമാർ വളരെ നിർണായകമായ പദവിയിലുള്ള വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഈ കേസുമായി പ്രധാന ചോദ്യം ഈ സ്വർണം ചെമ്പായത് എങ്ങനെയാണെന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് വാസുവിന് ഉത്തരവില്ല. ആ ഉത്തരവില്ലായ്മ അറസ്റ്റിലേക്ക് നയിച്ചു. സെയിം ചോദ്യം പത്മകുമാറിന്റെ ഭരണകാലാവധി സമയത്ത് എങ്ങനെയാണ് ഈ സ്വർണം ചെമ്പായെന്ന സെയിം ചോദ്യം പത്മകുമാറിനുണ്ട്. ഇതുവരെ പത്മകുമാറിന് അതിന് മറുപടി ഇല്ലതാനും. ജയശങ്കർ, പ്രശ്നമാണ് ജയശങ്കർ, പ്രശ്നമാണ്. അതെ അശ്മി, കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട അന്നത്തെ ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു പത്മകുമാർ. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകുക തന്നെ വേണം. കാരണം കേവലം ഉദ്യോഗസ്ഥരെല്ലാം ചെയ്തു, ഉദ്യോഗസ്ഥ ഇടപെടലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്.